നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ ദർശനങ്ങളുടെയും ആധ്യാത്മിക ചിന്തകളുടെയും സത്ത ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന്റെ വിഷാദത്തിനും ധർമ്മസങ്കടങ്ങൾക്കും പരിഹാരമായി ഭഗവാൻ കൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങൾ കേവലം ഒരു വ്യക്തിക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നതിലുപരി മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും ആവശ്യമായ പ്രപഞ്ച സത്യങ്ങളാണ് വിളിച്ചോതുന്നത്. ഗീതയിലെ 18 അധ്യായങ്ങളിൽ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗം മനുഷ്യജീവിതത്തിൽ കർമ്മത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അത് എങ്ങനെ മോക്ഷമാർഗമായി മാറ്റാം എന്നതിനെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നു. കർമ്മയോഗത്തിലെ 14, 15, 16 ശ്ലോകങ്ങൾ യജ്ഞചക്രം എന്ന അതിപ്രധാനമായ ഒരു സങ്കല്പത്തെയാണ് അവതരിപ്പിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, പരസ്പരാശ്രയത്വം, കർമ്മത്തിൻ്റെ ഉറവിടം എന്നിവയാണ് ഈ ശ്ലോകത്തിലെ പ്രതിപാദ്യം. ഇതിൽ 15-ാം ശ്ലോകം പ്രപഞ്ചത്തിലെ പ്രവർത്തനങ്ങളുടെ, അതായത് കർമ്മങ്ങളുടെ ആത്യന്തികമായ ഉറവിടത്തെക്കുറിച്ചും ആ പ്രവർത്തനങ്ങളിൽ ദൈവത്തിനുള്ള, അതായത് ബ്രഹ്മത്തിനുള്ള പങ്കിനെക്കുറിച്ചും അതിഗഹനമായി ദാർശനിക വീക്ഷണം നൽകുന്നു. ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥം, അന്വയം ശങ്കരാചാര്യർ, രാമാനുജാചാര്യർ തുടങ്ങിയ ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ശാസ്ത്രീയവും പാരിസ്ഥിതികവുമായ അനുമാനങ്ങൾ എന്നിവ അതീവ വിശദമായി ഇവിടെ പരിശോധിക്കുന്നു. വേദാന്ത ശാസ്ത്രം, ഭാഷാശാസ്ത്രം, പരിസ്ഥിതി ശാസ്ത്രം എന്നിവയുടെ വെളിച്ചത്തിൽ ഈ ശ്ലോകത്തെ സമഗ്രമായി വിശകലനം ചെയ്യുകയാണ് ലക്ഷ്യം. കർമ്മയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ലെന്നും, എന്നാൽ ഫലേച്ഛയല്ലാതെ ചെയ്യുന്ന കർമ്മം, അതായത് നിഷ്കാമ കർമ്മം, ബന്ധനത്തിന് കാരണമാകില്ലെന്നും ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നു. തുടർന്ന് പ്രജാപതി ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആരംഭത്തിൽ യജ്ഞത്തോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചുവെന്നും യജ്ഞത്തിലൂടെ, അതായത് ത്യാഗപൂർണമായ കർമ്മത്തിലൂടെ പരസ്പരം പോഷിപ്പിച്ച് ശ്രേയസ് നേടാനും ഉപദേശിച്ചതായി വിവരിക്കുന്നു. 14-ാം ശ്ലോകത്തിൽ അന്നത്തിൽ നിന്ന് ജീവജാലങ്ങളും മഴയിൽ നിന്ന് അന്നവും യജ്ഞത്തിൽ നിന്ന് മഴയും കർമ്മത്തിൽ നിന്ന് യജ്ഞവും ഉണ്ടാകുന്നു എന്ന കാര്യകാരണ ശൃംഖല അവതരിപ്പിക്കുന്നു. ഈ ശൃംഖലയുടെ തുടർച്ചയും അടിസ്ഥാനവുമാണ് 15-ാം ശ്ലോകത്തിൽ വിവരിക്കുന്നത്. നമ്മളിന്ന് പഠിക്കുന്നത് കർമ്മയോഗത്തിലെ 15-ാം ശ്ലോകമാണ്. ഈ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം 15. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി കർമാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മം നിത്യ യജ്ഞേ പ്രതിഷ്ഠിതം. ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓരോ പദവും ഗഹനമായ വേദാന്ത അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ ശ്ലോകത്തിൽ
കർമ്മം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രവൃത്തി എന്നാണ്. ഇവിടെ ദേവവിഹിതമായ കർമ്മങ്ങളെ അല്ലെങ്കിൽ മനുഷ്യന്റെ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കുന്നു. 14-ാം ശ്ലോകത്തിലെ കർമ്മസമുദ്ഭവ എന്ന പരാമർശത്തിന്റെ തുടർച്ചയാണിത്. ബ്രഹ്മോദ്ഭവം എന്ന പദം മറ്റൊരു അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചത് എന്ന അർത്ഥം. ബ്രഹ്മം എന്ന വാക്കിന് ഇവിടെ വേദം എന്നാണ് ശങ്കരാചാര്യർ അർത്ഥം നൽകുന്നത്. ഉദ്ഭവം എന്നാൽ ഉറവിടം അല്ലെങ്കിൽ ഉദ്ഭവം എന്നതാണ് അർത്ഥമാക്കുന്നത്. കർമ്മങ്ങളുടെ പ്രമാണം അല്ലെങ്കിൽ വഴികാട്ടി വേദങ്ങളാണ്. അടുത്ത പദമാണ്, ഈ ശ്ലോകത്തിലെ അടുത്ത പദമാണ് വിദ്ധി. അതായത് അറിയുക, മനസ്സിലാക്കുക എന്ന അർത്ഥത്തിലാണത്. അർജുനനോടുള്ള നിർദ്ദേശമാണത്. നീ ഇത് വ്യക്തമായി ബോധ്യപ്പെടുക എന്ന അർത്ഥം. അടുത്ത പദമാണ് ബ്രഹ്മ. അതായത് ബ്രഹ്മം എന്നാണ് വേദം. ഇവിടെ ബ്രഹ്മം എന്നാൽ വേദം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ 2 തവണ ബ്രഹ്മം എന്ന പദം വരുന്നു. ആദ്യത്തേത് വേദങ്ങളെയും രണ്ടാമത്തേത് പരമാത്മാവിനെയും അല്ലെങ്കിൽ വേദത്തെ തന്നെയും സൂചിപ്പിക്കാം. അടുത്ത പദമാണ് അക്ഷരസമുദ്ഭവം. അതായത് അക്ഷരത്തിൽ നിന്ന് ഉണ്ടായത്. അക്ഷരം എന്നാൽ ന ക്ഷരം, അതായത് നാശമില്ലാത്തത്. ഇത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. വേദങ്ങൾ പരമാത്മാവിൻ്റെ നിശ്വാസമായി കരുതപ്പെടുന്നു. തസ്മാത് എന്നാൽ അതിനാൽ, ആയതുകൊണ്ട് കാര്യകാരണ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ മുകളിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. തസ്മാത് അതിനാൽ, സർവഗതം സർവവ്യാപിയായ, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത്, സ്ഥലകാലങ്ങൾക്ക് അതീതമായത്, ബ്രഹ്മം പരമാത്മാവ്. ഇവിടെ സർവവ്യാപിയായ ഈശ്വര തത്വത്തെയാണ് ഇവിടെ ബ്രഹ്മം കൊണ്ട് അർത്ഥമാക്കുന്നത്, സൂചിപ്പിക്കുന്നത്. നിത്യം, അതായത് എപ്പോഴും ശാശ്വതമായി എല്ലാ കാലത്തും. യജ്ഞത്തിൽ ത്യാഗപൂർണമായ കർമ്മത്തിൽ, ത്യാഗത്തിൽ അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായ സേവനത്തിൽ പ്രതിഷ്ഠിതം, സ്ഥിതി ചെയ്യുന്നു, ഉറച്ചു നിൽക്കുന്നു, സുസ്ഥിരമായി കുടികൊള്ളുന്നു എന്നൊക്കെ ആണ് ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സംസ്കൃത ശ്ലോകങ്ങളുടെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാൻ അവയെ ഗദ്യരൂപത്തിൽ ക്രമീകരിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോഴാണതിന് അന്വയം വരുന്നത്. ഇതിൻ്റെ അന്വയം ഇപ്രകാരത്തിലാണ്: കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, ബ്രഹ്മ അക്ഷരസമുദ്ഭവം വിദ്ധി, തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇതിൻ്റെ വിശദമായ അന്വയ അർത്ഥത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ, കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി എന്നാൽ മനുഷ്യൻ ചെയ്യേണ്ട കർമ്മങ്ങൾ വേദങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് നീ അറിയുക എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ധർമ്മമേത് അധർമ്മമേത് എന്ന് നിശ്ചയിക്കുന്നത് വേദങ്ങളാണ്. ബ്രഹ്മ അക്ഷരസമുദ്ഭവം എന്നാൽ ആ വേദങ്ങൾ ബ്രഹ്മം സാക്ഷാൽ അക്ഷരപുരുഷനായ പരമാത്മാവിൽ നിന്ന് നേരിട്ടുത്ഭവിച്ചതാണ്. പരമാത്മാവിൻ്റെ ശ്വാസമാണ് വേദങ്ങൾ എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിത മേ തത്. ഇത് ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്ന കാര്യമാണ്. തസ്മാത് സർവഗതം ബ്രഹ്മം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എന്നാൽ ഇക്കാരണത്താൽ
വേദങ്ങൾ പരമാത്മാവിൽ നിന്ന് വന്നതുകൊണ്ടും കർമ്മങ്ങൾ വേദങ്ങളിൽ അധിഷ്ഠിതമായതുകൊണ്ടും സർവവ്യാപിയായ ആ പരബ്രഹ്മം എപ്പോഴും യജ്ഞത്തിൽ, ത്യാഗപൂർണമായ സത്കർമ്മത്തിൽ സാന്നിധ്യം കൊള്ളുന്നു. കർമ്മം വേദങ്ങളിൽ നിന്നും വേദങ്ങൾ അക്ഷരബ്രഹ്മമായ പരമാത്മാവിൽ നിന്നും ഉണ്ടാകുന്നു. അതിനാൽ സർവവ്യാപിയായ ഈശ്വരൻ നിസ്വാർത്ഥമായ കർമ്മങ്ങളിൽ, യജ്ഞങ്ങളിൽ സദാ സന്നിഹിതനാണ്. ഈ ശ്ലോകത്തിലെ ബ്രഹ്മം, അക്ഷരം എന്നീ പദങ്ങളുടെ അർത്ഥത്തെക്കുറിച്ച് ഭാരതീയ ദർശനത്തിലെ വിവിധ ആചാര്യന്മാർ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായും ശങ്കരാചാര്യരുടെ അദ്വൈത ഭാഷ്യം, ശങ്കരഭാഷ്യം എന്ന് അറിയപ്പെടുന്നു. പിന്നെ രാമാനുജ ഭാഷ്യമാണ് വിശിഷ്ടാദ്വൈത സിദ്ധാന്തമനുസരിച്ചുള്ളതാണ്. മധ്വാചാര്യരുടെ മധ്വഭാഷ്യം ദ്വൈത ഭാഷ്യമാണ്. എന്നിവയും ആധുനിക ചിന്തകരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മളൊന്ന് നോക്കിയാൽ ഇതിൻ്റെ പൂർണ്ണമായ ഒരു താരതമ്യം നമുക്ക് ലഭിക്കും. ഇതിൽ ശങ്കരാചാര്യർ പറയുന്ന ശങ്കരഭാഷ്യം എന്നത്, അദ്ദേഹം ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് വേദ പ്രാമാണ്യം സ്ഥാപിക്കുന്നതിലൂടെയാണ്. അതായത് ബ്രഹ്മം എന്നാൽ വേദം എന്നാണ്. ശങ്കരൻ ബ്രഹ്മം എന്ന വാക്കിന് വേദം എന്ന് അർത്ഥം നൽകുന്നു. കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് വിധിക്കുന്നത് വേദങ്ങളാണ്. അക്ഷരം എന്നാൽ പരമാത്മാവ്, ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്. വേദങ്ങൾ ഉണ്ടായത് അക്ഷരത്തിൽ നിന്നാണ്. ഇവിടെ അക്ഷരം എന്നാൽ നാശമില്ലാത്ത പരബ്രഹ്മം എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെയോ സർവഗതം ബ്രഹ്മ, വേദം സർവവ്യാപിയാണ്. കാരണം അത് എല്ലാ അറിവുകളെയും പ്രകാശിപ്പിക്കുന്നു. കൂടാതെ പരമാത്മാവിൽ നിന്ന് വന്നതുകൊണ്ട് അതിന് പരമാത്മാവിൻ്റെ ഗുണവുമുണ്ട്. യജ്ഞേ പ്രതിഷ്ഠിതം, എന്നാൽ വേദം സർവവ്യാപിയാണെങ്കിലും അതിൻ്റെ പ്രയോഗം പ്രധാനമായും യജ്ഞങ്ങളിലാണ്, അതായത് കർമ്മങ്ങളിലാണ് കാണപ്പെടുന്നത്. യജ്ഞം നടക്കുമ്പോൾ അവിടെ വേദമന്ത്രങ്ങളിലൂടെയും വിധിയിലൂടെയും ഈശ്വര സാന്നിധ്യം ഉറപ്പാക്കുന്നു. ധർമ്മം നിലനിൽക്കുന്നത് ഇത്തരം യജ്ഞത്തിലൂടെയാണ്. എന്നാൽ രാമാനുജ ഭാഷ്യം വിശിഷ്ട അദ്വൈത ദർശനത്തിലൂടെ ഇപ്രകാരം മുന്നോട്ട് വയ്ക്കുകയാണ്. ശ്രീ രാമാനുജാചാര്യർ ഇതിന് തികച്ചും വ്യത്യസ്തമായ എന്നാൽ പ്രായോഗികമായ ഒരു വ്യാഖ്യാനം നൽകുന്നു. അദ്ദേഹം ഇവിടെ ബ്രഹ്മത്തിന് പ്രകൃതി, അതായത് ശരീരം എന്നാണ് അർത്ഥം നൽകുന്നത്. അതായത് രാമാനുജൻ ബ്രഹ്മം എന്ന പദത്തിന് പ്രകൃതി അല്ലെങ്കിൽ ശരീരം എന്ന് അർത്ഥം കൽപ്പിക്കുമ്പോൾ മുണ്ടകോപനിഷത്തിലെ തസ്മാത് ഏതത് ബ്രഹ്മം നാമ രൂപം അന്നം ച ജായതേ എന്ന്, അതായത് അതിൽ നിന്ന് ഈ ബ്രഹ്മവും പേരും രൂപവും അന്നവും ഉണ്ടാകുന്നു എന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പ്രകൃതിയും ബ്രഹ്മം എന്ന് വിളിക്കാറുണ്ടെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. കർമ്മം ബ്രഹ്മോദ്ഭവം, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ കർമ്മമുണ്ടാകുന്നത് ശരീരത്തിൽ നിന്നാണ്, പ്രകൃതിയുടെ വികാരങ്ങളിൽ നിന്ന്. ശരീരം കൂടാതെ ആത്മാവിന് കർമ്മം ചെയ്യാൻ കഴിയില്ല. ബ്രഹ്മാക്ഷര സമുദ്ഭവം, ഇതിലൂടെ അദ്ദേഹം ഈ പ്രകൃതിയെ, ശരീരം ഉത്ഭവിക്കുന്നത് അക്ഷരത്തിൽ നിന്നാണെന്ന് പറയുന്നു, പരമാത്മാവിൽ നിന്നാണെന്ന് പറയുന്നു. താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഭൗതിക ശരീരം, അതായത് ബ്രഹ്മം പരമാത്മാവിൽ നിന്ന് ലഭിച്ചതാണ്. ഈ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, യജ്ഞങ്ങൾ വഴി പരമാത്മാവിനെ ആരാധിക്കുമ്പോൾ ആ കർമ്മങ്ങളിൽ നിന്ന് ഈശ്വരൻ പ്രസാദിക്കുന്നു. ശരീരം ഈശ്വര സേവനത്തിനുള്ള ഉപാധിയാണ്. എന്നാൽ മധ്വാചാര്യരുടെ ഭാഷ്യം, അതായത് ദ്വൈത ദർശനം പ്രകാരം ഉള്ളതും നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ശ്രീ മധ്വാചാര്യരും ബ്രഹ്മം എന്നതിന് വേദങ്ങൾ എന്ന അർത്ഥം തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ സർവഗതം എന്നതിന് വിഷ്ണുവിൻ്റെ സർവവ്യാപിത്വം എന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു.
യജ്ഞം എന്നത് സാക്ഷാൽ വിഷ്ണു തന്നെയാണെന്നും യജ്ഞോ വൈ വിഷ്ണുഹു, അതിനാൽ എല്ലാ കർമ്മങ്ങളും വിഷ്ണുവിൽ അർപ്പിക്കണമെന്നും ദ്വൈത സിദ്ധാന്തം പഠിപ്പിക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ചിന്മയസ്വാമി പറയുന്നത്. സ്വാമി ചിന്മയാനന്ദൻ ഈ ശ്ലോകത്തെ ഒരു കോസ്മിക് വീൽ ഓഫ് കോഓപ്പറേറ്റീവ് ആക്ഷൻ ആയി വ്യാഖ്യാനിക്കുന്നു. അതായത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പ്രപഞ്ചചക്രമായി വ്യാഖ്യാനിക്കുന്നു. മനുഷ്യന്റെ കർമ്മങ്ങൾ പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് നീങ്ങണം. നമ്മുടെ കർത്തവ്യങ്ങൾ, അതായത് കർമ്മം, വേദങ്ങളിൽ, അതായത് ഉന്നതമായ അറിവിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നു. ഈ അറിവ് സത്യത്തിൽ നിന്നാണ് സത്യത്തിൽ നിന്ന് വന്നതാണ്, ദൈവത്തിൽ നിന്ന് വന്നതാണ്. സത്യമാണ് ദൈവം. അതുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ ജോലി ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അയാൾ പ്രപഞ്ചശക്തിയുമായി ഒന്നിക്കുന്നു. അതായത് വർക്ക് ഈസ് വർഷിപ്പ് എന്ന ആശയത്തിൻ്റെ ദാർശനിക അടിത്തറയാണിത്. ഏറ്റവും ലളിതമായ പ്രവൃത്തി പോലും അത് ത്യാഗമനോഭാവത്തോടെ ചെയ്താൽ അത് ഈശ്വര പൂജയായി മാറുന്നു. ഭഗവത്ഗീതയിലെ 14-15 ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ലഭിക്കുന്നത് ആധുനിക ഇക്കോളജി, സിസ്റ്റംസ് തിയറി, തെർമോഡൈനാമിക്സ് എന്നിവയോട് കിടപിടിക്കുന്ന ഒരു ശാസ്ത്രീയ ദർശനമാണ്. യജ്ഞചക്രം എന്നത് പ്രകൃതിയിലെ ഊർജ വിനിമയത്തിൻ്റെയും സന്തുലിതാവസ്ഥയുടെയും മാതൃകയാണ്. 15-ാം ശ്ലോകത്തിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കാൻ 14-ാം ശ്ലോകം നൽകുന്ന അടിത്തറ പരിശോധിക്കണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അന്നാദ് ഭവന്തി ഭൂതാനി, അതായത് ജീവശാസ്ത്രപരമായ ഒരു സത്യമാണ്. ഇവിടെ ജീവന്റെ നിലനിൽപ്പിന് ഊർജം ആവശ്യമാണ്. പർജന്യാതന്ന സംഭവ, കാർഷിക കാലാവസ്ഥാ ശാസ്ത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് ജലം ജീവന്റെ അടിസ്ഥാനമാണ്. യജ്ഞാത് ഭവതി പർജന്യ, ഇവിടെ ശാസ്ത്രീയമായ യജ്ഞവീക്ഷണം പ്രസക്തമാകുന്നത് ഇവിടെയാണ്, ഈ ശ്ലോകത്തിലാണ്, ഈ ഭാഗത്താണ്. യജ്ഞാത് ഭവതി പർജന്യ, യജ്ഞം എന്നത് കേവലം അഗ്നിഹോത്രമല്ല, അത് ത്യാഗമാണ്. അതായത് ആ ത്യാഗം എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, സമുദ്രം ജലത്തെ ത്യജിക്കുന്നു, ബാഷ്പീകരണം നടക്കുന്നു. കാട് ഈർപ്പത്തെ ത്യജിക്കുന്നു, ട്രാൻസ്പിറേഷൻ നടക്കുന്നു. ഈ ത്യാഗമാണ് മേഘമായി മാറുന്നത്. മേഘം സ്വയം ഇല്ലാതായി ത്യജിച്ച് മഴയായി പെയ്യുന്നു. പ്രകൃതിയിലെ ഓരോ ഘടകവും ഒന്നിനെ ത്യജിച്ച് മറ്റൊന്നിനെ പോഷിപ്പിക്കുന്നു. ഈ പരസ്പര വിനിമയമാണ് യജ്ഞം. ഈ പ്രകൃതി ചക്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പഠിച്ച 15-ാം ശ്ലോകം പറയുന്നത്. കർമ്മ ബ്രഹ്മോദ്ഭവം, പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും ചില കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമാണ്. ഈ നിയമങ്ങളാണ് ഇവിടെ ബ്രഹ്മം, വേദം, അറിവ് എന്നൊക്കെ വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഗുരുത്വാകർഷണ നിയമം, തെർമോഡൈനാമിക്സ് നിയമങ്ങൾ എന്നിവയൊക്കെ ഈ കർമ്മം ബ്രഹ്മോദ്ഭവം എന്ന തത്വത്തിന് അടിസ്ഥാനമായിട്ടുള്ളതാണ്. ബ്രഹ്മ അക്ഷരസമുദ്ഭവം, ഈ പ്രപഞ്ച നിയമങ്ങൾ എവിടെ നിന്ന് വന്നു? മഹാവിസ്ഫോടനത്തിന്, അതായത് ബിഗ് ബാങ് തിയറിക്ക് മുമ്പ് എന്തായിരുന്നു? ആധുനിക ശാസ്ത്രം അന്വേഷിക്കുന്ന യൂണിഫൈഡ് ഫീൽഡ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് എവറിത്തിങ് എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മാറ്റമില്ലാത്ത അനന്തമായ ഊർജ സ്രോതസ്സിൽ നിന്നാണ് എല്ലാ നിയമങ്ങളും പ്രപഞ്ചവും ഉദ്ഭവിച്ചത്. സർവഗതം ബ്രഹ്മം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്ന വരിക്ക് ഇന്നത്തെ കാലത്ത് വലിയ പാരിസ്ഥിതിക പ്രാധാന്യമുണ്ട്. അതായത് സർവഗതം, പ്രപഞ്ചത്തിലെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലെ ഒരിടത്തുണ്ടാകുന്ന ചെറിയ മാറ്റം മൊത്തത്തിലുള്ള വ്യവസ്ഥയെ ബാധിക്കും. യജ്ഞേ പ്രതിഷ്ഠിതം, അതായത് പ്രകൃതി നിലനിൽക്കുന്നത് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെയാണ്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വായുവും ജലവും ഭക്ഷണവും എടുക്കുന്നു.
തിരിച്ചു മനുഷ്യൻ പ്രകൃതിക്ക് എന്ത് നൽകുന്നു? പ്രതിവിധിയുണ്ട്. മരങ്ങൾ പിടിപ്പിക്കുക, ജലം സംരക്ഷിക്കുക, മലിനീകരണം കുറയ്ക്കുക. ഇവയെല്ലാം ഇന്നത്തെ കാലത്തെ യജ്ഞങ്ങളാണ്. ഈ സന്തുലനം തെറ്റിക്കുമ്പോൾ, അതായത് പ്രകൃതിയിൽ നിന്ന് ചൂഷണം ചെയ്യുക മാത്രം ചെയ്യുകയും തിരിച്ച് ഒന്നും നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ സർവഗതം ബ്രഹ്മം പ്രതികരിക്കുന്നു. അതാണ് കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം തുടങ്ങിയ ദുരന്തങ്ങളായി കാണുന്നത്. അതുകൊണ്ട് യജ്ഞം എന്നത് ഒരു ഇക്കോ സ്പിരിച്വൽ പ്രവർത്തനമാണ്. ദൈവത്തെ പൂജിക്കാൻ അമ്പലത്തിൽ പോകേണ്ടതില്ല. പ്രകൃതിയെ സംരക്ഷിക്കുന്നതും സ്വന്തം കർത്തവ്യം ചെയ്യുന്നതും ദൈവപൂജ തന്നെയാണ് എന്ന് ഗീത ശാസ്ത്രീയമായി സ്ഥാപിക്കുകയാണ്. ഈ ശ്ലോകം നൽകുന്ന ദാർശനിക സന്ദേശങ്ങൾ വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എങ്ങനെ പകർത്താം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും ആത്മീയതയും ലൗകിക ജോലിയും രണ്ടാണെന്നും ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്നാൽ കർമ്മം ബ്രഹ്മോദ്ഭവം എന്ന് പറയുന്നത് പോലെ എല്ലാ കർമ്മങ്ങൾക്കും ദൈവികമായ ഒരു ഉറവിടമുണ്ടെന്ന് ഗീത ഓർമ്മിപ്പിക്കുന്നു. ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നതും, ഒരു കർഷകൻ കൃഷി ചെയ്യുന്നതും, ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതും കേവലം ഉപജീവന മാർഗമല്ല, അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യജ്ഞമാണ്. ഈ ബോധത്തോടുകൂടി ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ ആത്മാർത്ഥതയും കൃത്യതയും ഉണ്ടാകുന്നു. യോഗഃ കർമ്മസു കൗശലം, അതായത് പ്രകൃതിയിലെ സാമർഥ്യമാണ് യോഗം എന്ന ഗീതാവാക്യം ഇവിടെ അർത്ഥവത്താകുന്നു. ശതപഥ ബ്രാഹ്മണത്തിലും തൈത്തിരീയ സംഹിതയിലും പറയുന്ന യജ്ഞോ വൈ വിഷ്ണുഹു, യജ്ഞം സാക്ഷാൽ വിഷ്ണു തന്നെയാണ് എന്ന തത്വം ഈ ശ്ലോകത്തിൽ പ്രതിധ്വനിക്കുന്നു. നിസ്വാർത്ഥമായ സേവനം നടക്കുന്നിടത്ത് ദൈവം ഉണ്ട്. അഗതികളെ സേവിക്കുന്നതും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതും യജ്ഞമാണ്. ഇവിടെ സർവഗതം ബ്രഹ്മം അല്ല ദൈവം പ്രതിഷ്ഠിതം കുടികൊള്ളുന്നു. മനുഷ്യസേവ തന്നെ മാധവസേവ എന്ന തത്വം ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞശാലയായി കാണണം. നമ്മുടെ ശരീരം യജ്ഞകുണ്ഠമാണ്. നമ്മുടെ അഹംഭാവം, സ്വാർത്ഥത ഇവയൊക്കെ ഹവിസായി മാറണം. ആത്മജ്ഞാനം അഗ്നിയാണ്. സ്വാർത്ഥതയെ ജ്ഞാനാഗ്നിയിൽ ഹോമിച്ച് ലോക നന്മയ്ക്കായി കർമ്മം ചെയ്യുക. ഇതാണ് ഗീത മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥ കർമ്മയോഗം. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം 15-ാം ശ്ലോകം പ്രപഞ്ച സൃഷ്ടിയുടെയും നിലനിൽപ്പിൻ്റെയും രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു താക്കോലാണ്. പദാനുപദ അർത്ഥത്തിലൂടെയും ആചാര്യന്മാരുടെ വ്യാഖ്യാനത്തിലൂടെയും ശാസ്ത്രീയ വിശകലനത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാന പാഠങ്ങൾ ഇവയാണ്. 1. കർമ്മത്തിൻ്റെ ദൈവികത. നമ്മുടെ കർത്തവ്യങ്ങളും കർമ്മങ്ങളും വേദങ്ങളിൽ നിന്നും ആ അറിവ് സാക്ഷാൽ ബ്രഹ്മാവിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതിനാൽ കർമ്മം പവിത്രമാണ്. 2. പരസ്പരാശ്രയത്വമാണ്. പ്രപഞ്ചത്തിലെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് നാം സ്വീകരിക്കുന്നതിന് പകരമായി ത്യാഗപൂർണമായ കർമ്മങ്ങളിലൂടെ തിരിച്ചു നൽകാൻ നാം ബാധ്യസ്ഥരാണ്. 3. ദൈവസാന്നിധ്യം. സർവവ്യാപിയായ ഈശ്വരൻ നിസ്വാർത്ഥമായ കർമ്മം നടക്കുന്നിടത്ത് സദാ സന്നിഹിതനാണ്. 4. ഇക്കോളജിക്കൽ സന്ദേശം. അതായത് പ്രകൃതിയുടെ ചക്രങ്ങളെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ചുരുക്കത്തിൽ സർവഗതം ബ്രഹ്മം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്ന വരിയിലൂടെ ഭഗവാൻ കൃഷ്ണൻ മനുഷ്യരാശിയെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ കർമ്മങ്ങളെ സ്വാർത്ഥതയില്ലാത്ത യജ്ഞങ്ങളാക്കി മാറ്റുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ചലനത്തിലും ഓരോ ശ്വസനത്തിലും ഈശ്വരൻ കൂടെയുണ്ടാകും.
കർമ്മം ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം.